കുട്ടിയോട് എന്ത് സമാധാനം പറയും സേവ്യർ? എവിടെ പോയി അന്വേഷിക്കും? എന്തെങ്കിലും ഒന്ന് പറയടോ. നമുക്ക് ഏതായാലും പോലീസിലൊന്ന് വിവരം അറിയിക്കാം. ഫോട്ടോ വല്ല കയ്യിലിരിപ്പുണ്ടോ? നീനയുടെ കൈ കാണും. എങ്കിൽ ഇനി ഒന്നും ചിന്തിക്കണ്ട. SI എനിക്ക് പരിചയമുള്ള ആളാ. എന്നാലും പോലീസിലൊക്കെ അറിയിക്കാന്ന് വെച്ചാൽ? അറിയിച്ചില്ലേലേ അവസാനം നമ്മളകത്താവും. ഇതേ കേസ് പെൺവാണി പോവാ, ഓർത്തോ. സാർ, ആ പെൺകുഞ്ഞിന്റെ കരച്ചിൽ കേട്ട് സഹിക്കുന്നില്ല സാറേ. ഞാനത് കാണുന്നില്ലെന്നാണ് പുഷ്കരന്റെ വിചാരം? എവിടെ പോയാ ഞാൻ ഇനി അന്വേഷിക്കേണ്ടത്? ആ ചെറുക്കന്റെ വീട്ടിലൊന്ന് അന്വേഷിച്ചാലോ? അതിനവന്റെ വീട് എവിടെയാ, നാട് എവിടെയാന്നൊക്കെ. കൊച്ചിയിലെ കോടീശ്വരനായ കോൺട്രാക്ടർ ചന്ദ്രശേഖര മേനോന്റെ ഏക മകൻ രഞ്ജിത്ത് മേനോൻ. എനിക്കിതിന്റെ വല്ല ആവശ്യമുണ്ടോ? യെസ്, കൊച്ചിയിലെ കോൺട്രാക്ടർ ചന്ദ്രശേഖര മേനോൻ. അതെ, അത് തന്നെ. കൊച്ചിയിലെ കോടീശ്വരനായ കോൺട്രാക്ടർ ചന്ദ്രശേഖര മേനോൻ ഞാൻ തന്നെയാ. എനിക്കൊരു സത്പുത്രൻ ഉണ്ടായിരുന്നു, രഞ്ജിത്ത് മേനോൻ. പക്ഷേ പണ്ടേ ഞാൻ അവനെ എഴുതി തള്ളിയതാ. അവനൊരു പെൺകുട്ടിയും കൊണ്ട് എന്റെ എസ്റ്റേറ്റിൽ വന്നിരുന്നു. എന്നിട്ട് അവളെ ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞു. എന്റെ സുഹൃത്തെ, ഞാൻ അവനെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടത് തന്നെ ഈ കാര്യത്തിനാ. ദോഷം പറയരുതല്ലോ. അവൻ ഒരു കൊച്ചു ശ്രീകൃഷ്ണനാ. 10 മിനിറ്റ് മതി ഒരു പെങ്കൊച്ചിനെ വീഴ്ത്താൻ. ആദ്യമൊക്കെ പിള്ളേരല്ലേന്ന് വിചാരിച്ച് ഞാനതൊക്കെ ക്ഷമിച്ചു. പിന്നെ പിന്നെ ഓരോ അവളുമാര് വീടിന്റെ മുന്നിൽ സത്യാഗ്രഹത്തിനായി വന്നാ പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത്? അവനെ ഞാൻ അങ്ങ് അടിച്ചിറക്കി, ചാണകവെള്ളവും തളിച്ചു. എന്താ സുഹൃത്തിന്റെ ആഗമനോദ്ദേശം? അവൻ പെണ്ണിനെ പിഴപ്പിച്ചെന്ന് പറഞ്ഞ് എന്റെ കയ്യിൽ നിന്ന് 2-3 വാങ്ങിക്കാനാണെങ്കിൽ അത് നടക്കുകയല്ല. അവൻ പിഴപ്പിച്ചെങ്കിൽ അവനോട് വാങ്ങിച്ചോണം. എനിക്കതിൽ ഉത്തരവാദിത്വമൊന്നുമില്ല. മിസ്റ്റർ, മൈൻഡ് യുവർ വേർഡ്സ്. ഞാൻ നിങ്ങളുടെ കാശ് വാങ്ങാൻ വന്നൊന്നുമല്ല. നിങ്ങളുടെ മകന്റെ വരവും കാത്ത് കരഞ്ഞ് കണ്ണീര് പറ്റിയ ആ പാവം പെണ്ണെ സമാധാനിപ്പിക്കാൻ ഒരു വഴി തേടി ഇറങ്ങിയതാ. ഇപ്പോഴാ കഥയുടെ മറുവശം പൂർണ്ണമായത്. ഞാൻ വിശ്വസിക്കുന്ന ദൈവമുണ്ടെങ്കിൽ എന്തെങ്കിലും എന്റെ കയ്യിൽ പെടാതിരിക്കില്ല അവൻ. എന്തിനാ ഇച്ചയും വിളിച്ചത്? ഞാൻ പറയാൻ പോകുന്നത് മോൾ ശ്രദ്ധിച്ച് കേൾക്കണം. ബഹളം വയ്ക്കരുത്. ഞാൻ രഞ്ജിയുടെ വീട്ടിൽ പോയിരുന്നു. അയാളുടെ അച്ഛന് പോലും അയാളെ പറ്റി അത്രയ്ക്ക് നല്ലതല്ല പറയാനുള്ളത്. നീനെ പോലെ ഒരുപാട് കുട്ടികൾ അവനിരയായിട്ടുണ്ട്. ഞാൻ പ്രതീക്ഷിച്ചു. എനിക്ക് തോന്നി. സത്യമായി എനിക്കിത് നേരത്തെ തോന്നി ഇച്ചയ. കരഞ്ഞോ? മലയോളം കരഞ്ഞോ? ഈ കണ്ണീരിനൊപ്പം അവനെ കുറിച്ചുള്ള എല്ലാ ഓർമ്മകളും ഒഴിയപ്പോട്ടെ. ഔട്ട് ഹൗസിൽ നീന ഒറ്റയ്ക്ക് താമസിക്കണ്ട. ഇവിടെ കിടന്നാ മതി. സുഖമായി ഉറങ്ങിക്കോ. ഒന്നും ഓർക്കാതെ. കുട്ടിക്ക് ഒന്നും സംഭവിച്ചിട്ടില്ലെന്ന് വിശ്വസിക്കേ. മനസ്സിനെ വിശ്വസിപ്പിക്കേ. കുട്ടി വാതിലടയ്ക്കണ്ട. അമ്മണി പുറത്തുണ്ടാവും. ഞാൻ ആത്മഹത്യ ചെയ്യുമെന്ന് ഇച്ചയന് പേടിയുണ്ടല്ലേ? പേടിക്കണ്ടേ ചായ. ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ല. ഇച്ചയൻ കാവലിരിക്കേ വേണ്ട. പോയി കിടന്നോളൂ. ഗുഡ് നൈറ്റ്.
നീ എന്താ ഒന്നും മിണ്ടാത്തത്? ഇച്ചായന്റെ ചോദ്യത്തിന് യെസ് എന്ന ഉത്തരം നൽകാൻ എനിക്ക് കഴിയും. ബട്ട് ഐ വാണ്ട് സം മോർ ടൈം. ബിക്കോസ് രഞ്ജി എന്നും എന്റെ മനസ്സിലുണ്ട്. ഇച്ചായന്റെ മണവാട്ടിയാകുമ്പോൾ ഞാൻ പെർഫെക്റ്റ് ആയിരിക്കണം എന്റെ മനസ്സുകൊണ്ട്. ഓക്കെ നീന, എനിക്കത് മതി. ഐ എം റിയലി ഹാപ്പി. ഇനി എത്ര നാൾ വേണമെങ്കിലും കാത്തിരിക്കാൻ ഞാൻ തയ്യാറാണ്. ഈ ജന്മം മുഴുവൻ. പോകെ ജയ. എന്താ ഇത്? താഴെ നിർത്താൻ, താഴെ നിർത്തണോ? അതേടോ മുഴുവട്ട് കളിക്കാതെ കാര്യം പറയൂ. അതെ, ഞാൻ വീണ്ടും ഒരു കാമുകന് വേഷം കെട്ടിരിക്കുക. നീന, യെസ്, അവളെന്ന് പറഞ്ഞു ഷീ നീഡ് സം മോർ ടൈം. ഞാൻ കാത്തിരിക്കാന്ന് പറഞ്ഞു. എത്ര നാൾ? എത്ര വേണേലും. എടോ, ഞാൻ പറഞ്ഞില്ലേ, ഒരു കാമുകന്റെ മനസ്സാണോ എനിക്കിപ്പോ. അവളുടെ ഒരു നോട്ടം, ഇച്ഛായ എന്നുള്ളൊരു വിളി, ഒപ്പം നടക്കുമ്പോ പാറിപ്പറന്ന് എന്റെ മുഖത്ത് തഴുകുന്ന വസ്ത്രത്തുമ്പ്, ഒക്കെ എന്നെ ശരിക്കൊരു കാമുകനാക്കിയിരിക്കാണോ. വിഷ് ഓൾ സക്സസ്. താങ്ക് യു. പിന്നെ ചെലവ് ചെയ്യണം. എ ഗ്രാൻഡ് പാർട്ടി. എഗ്രി, ബട്ട് ഓൺ വൺ കണ്ടീഷൻ. പാർട്ടിയിൽ ലിക്കർ ഉണ്ടായിരിക്കുന്നതല്ല. അതെന്താ? എടോ, താൻ ഓർക്കുന്നില്ലേ, മുമ്പൊരിക്കൽ രഞ്ജി മദ്യപിച്ചതിന് അവൾ ഉണ്ടാക്കിയ ബഹളം? അവളുടെ സ്നേഹത്തിന് വേണ്ടി ഈ ഒരു ശീലം ഞാൻ ഒഴിവാക്കുക. കൊള്ളാം. ഇപ്പഴാ എനിക്ക് ബോധ്യമായത് താൻ ഒരു സമ്പൂർണ്ണ കാമുകനായി മാറിയെന്ന്. ഗുഡ് ബൈ. താൻ എങ്ങോട്ടാ പോകുന്നത്? ഞാനൊരു ഇത്തിരി തിരക്കില. തന്റെ കാമുക വിലാപം കേൾക്കാൻ എനിക്ക് തീരെ സമയമില്ല. ഇത് വേറെ തിരക്കൊന്നുമില്ലാന്ന് പറഞ്ഞു. ഇപ്പഴാ തിരക്കിലായത്. വൈകുന്നേരം ഒരു സ്മാൾ അടിക്കാൻ ഒരു പുതിയ സ്ഥലം കണ്ടെത്തണം. തന്നെയുമല്ല, ഒരു പുതിയ കമ്പനി കണ്ടെത്തണം. കാമുകന്മാരല്ലാത്ത മറ്റു വല്ലവരും ഉണ്ടോ എന്ന് ഞാൻ നോക്കട്ടെ. ഇയാളുടെ ഒരു കാര്യം പോയി തൊലട്ടെ. പിന്നെ ഞാൻ ഇന്ന് ആരടിയവൻ എന്നെ കെട്ടാൻ പോകുന്ന ആളാ. ആ ആളല്ല ഇയാൾ. ഈ ഞാൻ അയ്യടാ, കല്യാണം കഴിക്കാൻ വന്നേക്കുന്നു. അതിനുള്ള എന്ത് യോഗ്യതയാ കുമാരേട്ടനുള്ളത്?